കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന് തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടെ ആട്ടൂരിന് ഡ്രൈവറെയും ഭാര്യയും കാണാനില്ല എന്ന് പരാതി. ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാനില്ല എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രജിത് കുമാറിന് നോട്ടീസ് നൽകിയിരുന്നു. പ്രമാദമായ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം ഡ്രൈവറായിരുന്ന രജിത് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാതായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജിത് കുമാറിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ തുഷാരയുടെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിക്കാരൻ തുഷാരയുടെ സഹോദരനാണ് സുമൽജിത്ത്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? പരാതി അറിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ 7-ാം തീയതി ആണ് ഇവർ പോയത്. ക്യാമറ ഓഫീസ് വിളിച്ചിട്ടുണ്ട്. പെങ്ങളെയും അളിയനും കൂടി വിളിപ്പിച്ചിട്ട് പോയത്. അന്ന് അവിടെ പോയി എന്നോട് ഞങ്ങൾ അവിടെ പോകാണ്ട് അപ്പം മകന് സുഖമില്ലായിട്ടാണ് എന്നെ വിളിച്ചിനെ രാവിലെ. അങ്ങനെ മോനെ ഒന്ന് കൂട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയോ, മോനെ സുഖമില്ലാണ്. ഞാൻ വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അവിടെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ വീട്ടിലാക്കി. അപ്പം അന്ന് അവിടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇവർ പോകുന്നതാണ്, വരുന്നുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പം നമ്മൾ പോകുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി വേറെ അന്വേഷിക്കാൻ പിടിക്കാനും നമ്മൾ പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് വീട്ടിലെത്തിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ എൻ്റെ വീട്ടിലേക്കും വന്നിട്ടില്ല. എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അടുത്തുള്ള നമ്മളെ സുഹൃത്തിനെ വിളിച്ചു വെച്ചപ്പോൾ ഇല്ലടാ താക്കോൽ ഇവിടെ തന്നു പോയതാണ്, ഒരു ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അളിയൻ്റെ ജ്യേഷ്ഠനാണ്. മൂപ്പര് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നതാണ് കേട്ടത്. അപ്പോൾ ലോഡ്ജിൽ നിന്ന് റൂം എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് ഒരു സങ്കടം ആയില്ലേ, എന്താ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തതാണ്. ക്രൈംബ്രാഞ്ച് സംഘം പലതവണ അവിടെ വീട്ടിൽ വരികയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നില്ല. ക്രൈംബ്രാഞ്ച് സംഘം വന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ഇതാണ് ഒരു ചെയ്തത്. അത് എന്താ പറയാന്ന് വെച്ചാൽ പുലർച്ചയ്ക്ക് 4 മണിക്കൊക്കെ വന്ന് ഇങ്ങനെ വീടിൻ്റെ മതിലാടി കയറി കയറ്റി അങ്ങനെ കൊണ്ടുപോകണ ഒരു വലിയ ക്രിമിനലോ അങ്ങനെ കാരണം ഒരു സാധാരണ മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന കേസാണോ? നിങ്ങളായാലും അങ്ങനെ നിൽക്കുമോ? ഒരാൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ നിരന്തരമായി ടോർച്ചർ ചെയ്തിട്ട് ആളെ മാനസികമായി പീഡിപ്പിച്ചിട്ട് എന്തായാലും കിട്ടാനുള്ളത് ഒരു 1.5 കൊല്ലമായിട്ട് ഒരു വിവരം കിട്ടാത്ത ഓനെ ഇങ്ങനെ പീഡിപ്പിച്ച് ഓനെന്താ സംഭവിച്ച ഓരെന്ത് ചെയ്യും? വലിയൊരു ആശങ്കയിലാണ് കുടുംബം ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇരുവരും KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു മുറി എടുത്തിരുന്നു. ആ മുറിയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ മൊബൈൽ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ വലിയ ഒരു പ്രതിസന്ധിയിലാക്കുന്നത്. ഏതായാലും നടക്കാവ് പോലീസ് അന്വേഷണം തുടരുകയാണ്. മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസ് നമുക്ക് കുറെ നാളെ അറിയാമെങ്കിലും അതൊരു പക്ഷേ കേരളത്തിന്റെ സജീവ ശ്രദ്ധയിലേക്ക് ഈ മാമി തിരോധാന കേസ് എന്ന മട്ടിൽ വരുന്നത് PV അൻവറിന്റെ വാർത്താ സമ്മേളന തുടർച്ചകളിൽ തന്നെയാണ്. ദുരൂഹതകൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. അത് അന്വേഷണത്തിലടക്കം അട്ടിമറികളൊക്കെയാണ് PV അൻവർ ആരോപിച്ചുകൊണ്ടിരുന്നത്. പോലീസിന് ഉന്നത നേതൃത്വത്തിലേക്ക് തന്നെയായിരുന്നു PV അൻവറിന്റെ കണക്ഷനെങ്കിലും ആ കണക്ഷൻ സ്ഥാപിക്കത്തക്ക എന്തെങ്കിലും തെളിവുകൾ ഇതുവരെ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ അതിൽ ആ തിരോധാനത്തിന് അന്വേഷണത്തിലൊക്കെ എന്തൊക്കെയോ മിസ്സിംഗ്സ്, എന്തൊക്കെയോ അട്ടിമറികൾ, ഒളിച്ചുവെക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് PV അൻവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിലാണ് തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ആട്ടൂരിൻ്റെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ല എന്നുള്ള പരാതി. ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാനില്ല എന്നതാണ് പരാതി. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം രജിത് കുമാറിന് നോട്ടീസ് നൽകിയിരുന്നു. തുടർന്നാണ് ഈ മിസ്സിംഗ് ആവൽ അല്ലെങ്കിൽ ഈ കാണാതാവൽ ഭാര്യ തുഷാരെയും രജിത് കുമാറും കോഴിക്കോട് KSRTC സ്റ്റാൻഡിനടുത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങളാണ് അവസാനത്തെ CCTV ദൃശ്യങ്ങൾ. അപ്പോൾ ഉറപ്പായും ഈ ആ തിരോധാനത്തിൽ ഏതാണ്ടൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്ന വാദം ശരിവെക്കുന്നുണ്ട് ആ കാണാതാവൽ. അപ്പോൾ അത് പോലീസ് കണ്ടെത്താൻ ശ്രമിക്കട്ടെ. ഒരു പക്ഷേ മാമി തിരോധാന കേസിലെ അന്വേഷണ വഴിയിലേക്ക് അവർക്ക് നിർണായകമായ ചില കാര്യങ്ങൾ പറയാനുണ്ടാകും.